പോലീസ് ആസ്ഥാനത്ത് പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. സുരക്ഷാ വീഴ്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന എത്തിയ ആൾ DGPയുടെ മുമ്പിലെത്തി പരാതി ഉയർത്തിക്കാണിച്ച് ചോദ്യം ഉന്നയിച്ചു. നടപടിയെടുക്കാം എന്ന് DGP മറുപടി നൽകിയെങ്കിലും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിച്ചപ്പോൾ പോലീസ് ഇടപെട്ട് മാറ്റുകയായിരുന്നു. വളരെ പക്വതയോടെയാണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സംഭവത്തിൽ ഇടപെട്ടത്. 30 വർഷം കാക്കിയിട്ട ആളാണെന്നാണ് ഇയാൾ പറഞ്ഞത്. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ കാണവെയായിരുന്നു സംഭവം. പോലീസ് ആസ്ഥാനത്തെ 5ാം നിലയിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഈ സമയത്താണ് ഒരാൾ പരാതി ഉന്നയിച്ച് എഴുന്നേറ്റത്. ചോദ്യം അവ്യക്തമായിരുന്നു. താൻ സർവീസിലുണ്ടായിരുന്ന ആളാണ്. പോലീസ് യൂണിഫോം സിനിമാക്കാർക്ക് വിറ്റു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഇതിൽ അസ്വാഭാവികത തോന്നിയതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചതും. എന്നാൽ ഇയാൾ മാധ്യമപ്രവർത്തകനല്ല എന്നറിഞ്ഞതോടെ പോലീസ് ഇടപെട്ട് മാറി. 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയാണ് സർ. ഞാൻ മീഡിയ വക്താവാണ്. ഇതിനൊരു മറുപടി താ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് പരാതി പരിശോധിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലീസ് മാറ്റുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾക്കെതിരെ നടപടികളൊന്നും എടുത്തില്ല. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞായിരുന്നു ഇയാൾ അകത്തേക്ക് കയറിയത്. എന്നാൽ ചോദ്യം ചോദിക്കാൻ എന്ന വ്യാജേന DGPയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ഗൾഫിൽ നിന്നുള്ള ഓൺലൈൻ മാധ്യമത്തിന്റെ തിരിച്ചറിയൽ കാർഡും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. പരാതിക്കാരനായ ഒരു വ്യക്തി മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ DGPയുടെ അരികിലെത്തി തന്റെ പരാതിയിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞായിരുന്നു റവാഡ ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടെ ഇദ്ദേഹം സംസാരിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരം നൽകിയതിന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ സംസാരിച്ചത്. ലഹരി വ്യാപനത്തെ നേരിടാനുള്ള പ്രത്യേക നയം രൂപീകരിക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവർത്തികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ നടപടിയുണ്ടാകും. സൈബർ സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. പൊതുജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള ശ്രമം ഉണ്ടാകും. സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിലാണ് അപ്രതീക്ഷിത രംഗങ്ങൾ. സർവീസിലിരിക്കുമ്പോൾ തുടങ്ങിയ കേസുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടെ ഉയർത്തിയത്. പിന്നീട് അദ്ദേഹത്തെ കോൺഫറൻസ് റൂമിലേക്ക് മാറ്റി. സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കുമെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചു. വിഷയത്തിൽ ഗൗരവമുള്ള ശ്രദ്ധ നൽകുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. അതേസമയം ഇന്നത്തെ കണ്ണൂരിലുള്ള പരിപാടിയിലായിരിക്കും പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യം പങ്കെടുക്കുക.